ഇത്തവണയും ആറ്റുകാൽ പൊങ്കാലയിടാൻ എത്തിയ സെലിബ്രിറ്റികളിലായിരുന്നു ക്യാമറ കണ്ണുകൾ. തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിൽ സുരേഷ് ഗോപിയും കുടുംബവും ശാസ്തമംഗലത്തെ വീട്ടിലാണ് പൊങ്കാലയിട്ടത്. ക്ഷേത്രത്തിന് സമീപത്താണ് നടിമാരായ ചിപ്പിയും ജലജയും പൊങ്കാല അർപ്പിച്ചത്. ക്ഷേത്രനടയുടെ സമീപത്തുള്ള ഗൗരീനന്ദന പരിസരത്തായിരുന്നു സിനിമാ സീരിയൽ താരങ്ങളുടെ നീണ്ട നിര. ചിപ്പിയും ജലജയും കൃഷ്ണപ്രഭയുമെല്ലാം ഭക്തിയോടെ പൊങ്കാല അർപ്പിച്ചു. ആറ്റുകാലമ്മയോടുള്ള വിശ്വാസമാണ് ഓരോ വർഷവും ക്ഷേത്രനടയിലേക്ക് എത്തിക്കുന്നതെന്ന് സിനിമാ താരം ചിപ്പി. ഞാൻ ജനിച്ചു വളർന്നത് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ പൊങ്കാലയുണ്ട്. പക്ഷേ എനിക്ക് ഇത്രയും ക്ഷേത്രത്തിൻ്റെ ഇത്രയും അടുത്തിടാനൊരു അവസരം കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഇവിടെ വന്ന് അമ്മയുടെ അടുത്തിരുന്നിടുന്ന പോലെ അതിനൊരു അവസരം കിട്ടുമ്പോൾ നമ്മളത് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഇക്കുറിയും പൊങ്കാലയിടാൻ സാധിച്ചത് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ജലജ. പ്രത്യേക നൈവേദ്യമല്ല, എല്ലാ പ്രാവശ്യം അമ്മയ്ക്ക് വന്ന് പായസം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അത് തന്നെയാണ്. വന്നിടാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. പാൽക്കുളങ്ങരയിലെ വീട്ടിലായിരുന്നു വിഴിഞ്ഞം പോർട്ട് MD ദിവ്യ എസ് അയ്യരുടെ പൊങ്കാല. കാമാക്ഷി മീനാക്ഷി കാശി വിശാലാക്ഷി ജഗദംബ ശാലിനി ലക്ഷ്മി ഗൗരി ഭുവനേശ്വരി. സ്ത്രീകളുടെ ശക്തി പകരുന്ന ആചാരമെന്ന് സുരേഷ് ഗോപി. ഇത് എല്ലാ വർഷവും ഇങ്ങനെ തന്നെ. 1990 മുതൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാണ് പൊങ്കാല വരുന്ന ആ വർഷത്തെ. അന്ന് മുതൽ പൊങ്കാല മുത്തശ്ശിയുടെ സാന്നിധ്യത്തിലിട്ടിരുന്നു. എൻ്റെ അമ്മയും കുടുംബവും ഞങ്ങളുടെ കുടുംബക്കാരിലെ സ്ത്രീപക്ഷങ്ങളെല്ലാം വന്ന് ഈ ആചാരം തുടങ്ങി വെച്ചു. ഫ്ലവേഴ്സ് TV സംപ്രേഷണം ചെയ്യുന്ന ആറ്റുകാലമ്മ സീരിയൽ ഫെയിം സംസ്കൃതി ഉൾപ്പെടെ ആദ്യമായി പൊങ്കാലർപ്പിക്കാനെത്തിയ പ്രമുഖരും നിരവധി. രാജ്ഭവന് മുമ്പിൽ പൊങ്കാലർപ്പിച്ച ഭക്തജനങ്ങൾക്ക് ഗവർണറുടെ ഭാര്യ രേഷ്മ ആരിഫ് സംഭാര വിതരണം ചെയ്തു. 24 തിരുവനന്തപുരം.